തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പറവൂർ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. പറവൂർ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് വൈസ് ചെയർപേഴ്സൺ അവതരിപ്പിച്ചു. 60,03,471 വരവും 56,12,81,040 ചിലവും 3,90,30,5,431 നീക്കിയിരിപ്പുമായാണ് നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ടൂറിസം മേഖലയ്ക്ക് പുതുചൈതന്യം നൽകാൻ മുസ്രീസ് ഹെറിറ്റേജ് പ്രോജക്ട് ലിമിറ്റഡ് സഹകരണത്തോടെ പറവൂർ ഹെറിറ്റേജ് ടൗൺഷിപ്പ് പദ്ധതിക്ക് DPR തയ്യാറാക്കും. ഏറെ പഴക്കമുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പുനർനിർമ്മിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനും DPR തയ്യാറാക്കും. NH 66 സമീപം പെരുമ്പടനയിൽ ആധുനിക ബസ് ടെർമിനൽ രൂപീകരിക്കാനും പദ്ധതിയുണ്ട്. NH 66ന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പെരുമ്പടന വഴിക്കുളങ്ങര ജംഗ്ഷനുകൾ നവീകരിക്കാനും സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യും. പെരുമ്പടന മുതൽ KMK ജംഗ്ഷൻ വരെയും പ്രഭൂസ് തിയേറ്റേഴ്സിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡും വീതി കൂട്ടും. പഴയ മുനിസിപ്പൽ പാർക്കിൽ പുതിയ മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, ചേന്ദമംഗലം ജംഗ്ഷൻ വികസനം, ലിമിറ്റഡ് ബസ് സ്റ്റാൻഡ് മുകളിൽ പുതിയ കെട്ടിടം എന്നിവയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താമരവളവിൽ വനിതാ ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ് ഇരുന്ന സ്ഥലത്ത് സെക്രട്ടറിക്കും സ്റ്റാഫിനും ക്വാർട്ടേഴ്സ് എന്നിവയ്ക്ക് DPR തയ്യാറാക്കും. ഈ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റാണ് ഇന്ന് വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ലൈജി ബിജു അവതരിപ്പിച്ചത്. ടൂറിസം മേഖലയ്ക്ക് മുൻകൈ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ കാണുന്നത്. ഒരു ഹെറിറ്റേജ് ടൗൺഷിപ്പാക്കി പറവൂർ നഗരത്തെ മാറിക്കഴിഞ്ഞാൽ NH 66 വരുന്നതോടുകൂടിയുള്ള ആളുകൾക്ക് ഒരു ടൂറിസ്റ്റ് ഹബ്ബായി തന്നെ നമ്മുടെ നഗരത്തെ മാറ്റാൻ കഴിയും. അതിനായി DPR തയ്യാറാക്കുന്നതിന് പദ്ധതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പെരുമ്പടന ജംഗ്ഷൻ, അതുപോലെ തന്നെ വഴിക്കുളങ്ങര ജംഗ്ഷൻ, ചേന്നമംഗലം ജംഗ്ഷൻ. പറവൂർ മെയിൻ മാർക്കറ്റും പെരുമ്പടന മാർക്കറ്റും കോമൺ മേൽക്കൂരയോടെ ആധുനികവത്കരിക്കും. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ ആധുനിക ബസ് ഷെൽട്ടറുകൾ, സ്വീപ്പിംഗ് മെഷീൻ, പൊതു ടോയ്ലറ്റുകൾ, സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നിവ നടപ്പാക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ട് നവീകരിച്ച് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുകയും ചെയ്യും. അംബേദ്കർ പാർക്കിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കും. ചങ്ങമ്പുഴ പാർക്കിലെ പോലെ ആളുകൾക്ക് സ്ഥിരം കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. വെടിമര ഡംപിംഗ് യാർഡിൽ മാലിന്യ നിർമ്മാർജ്ജനവും ആധുനികവൽക്കരണവും, FSTP നിർമ്മാണവും ആധുനിക അറവുശാലയും നടപ്പാക്കും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ബ്ലോക്ക്, ഗവൺമെന്റ് ടൗൺ മോഡൽ LP സ്കൂളിന് പുതിയ ബ്ലോക്ക്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ സെന്റർ, ബഡ് സ്കൂളിന് പുതിയ വാഹനം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെടിമര, വൃന്ദാവൻ, അംബേദ്കർ പാർക്ക്, പാലക്കുളം എന്നിവിടങ്ങളിൽ ഓപ്പൺ ജിം, എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് യോഗ ക്ലബ്ബുകൾ, 8ാം വാർഡിൽ കച്ചേരിത്തോട് നവീകരിച്ച് സൗന്ദര്യവൽക്കരണം നടത്തി വയോജന പാർക്ക് നിർമ്മാണം എന്നിവയും നടപ്പാക്കും. MLA ഫണ്ടിൽ വഴിക്കുളങ്ങര ജംഗ്ഷനും KSRTC ബസ് സ്റ്റാൻഡിലും ഹൈമാസ്റ്റ് ലാമ്പുകൾ സ്ഥാപിക്കും. കൂടാതെ കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന വാർഡ് തല നിർമ്മാണ പുനരുദ്ധാന പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകും. നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തി പറവൂരിനെ സമഗ്ര വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കുന്ന ബഡ്ജറ്റാണിതെന്ന് നഗരസഭാ നേതൃത്വം വ്യക്തമാക്കി. ഇത് മൂന്നും ഡെവലപ്മെന്റ് ചെയ്യുന്നുള്ള പദ്ധതി, അതോടൊപ്പം തന്നെ നമ്മുടെ ഏറെ കാലപ്പഴക്കം ചെന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് അവിടെ ബസ് സ്റ്റാൻഡ് പൊളിച്ച് അവിടെ പുതിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് സ്റ്റാൻഡ് ടെർമിനൽ വരുന്നതിനുള്ള ഒരു പദ്ധതി നമ്മളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുമ്പടന്ന നമുക്ക് ഒരു ബസ് ടെർമിനൽ അത്യാവശ്യമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ.